ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലണ്ടൻ പാർവൈ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊസീജിയറാണ് ഗൈസ്. സോ എങ്ങനെ TB ടെസ്റ്റ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, അതിൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നു. എല്ലാവർക്കും ലേറ്റ് ആകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ TB ടെസ്റ്റ് വെക്കുമ്പോഴാണ് എല്ലാവർക്കും ലേറ്റ് ആകണത്. ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലാണ് ഞാൻ വന്നത്. അതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ വെച്ചത് കാരണം എനിക്ക് നേരത്തെ കിട്ടി. നിറയെ ഫ്രണ്ട്സിന് എൻ്റെ ഫ്രണ്ട്സുമാർക്കൊക്കെ കിട്ടാൻ ഒത്തിരി ലേറ്റ് ആയി പോയി. സോ എല്ലാവരും കേസ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ TB ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഈ അപ്പോയിൻമെന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. സോ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ TB ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാസ്പോർട്ട് വേണം, ഒറിജിനൽ പാസ്പോർട്ട് വേണം, പിന്നെ അതിന്റെ കോപ്പി ഒന്ന് വേണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ അപ്ലൈ ചെയ്യുന്ന അപ്പോയിൻമെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ഫോം ഒന്ന് അവർ തരും. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ വന്നിട്ട് ആ ചെക്ക് ലിസ്റ്റ് നിറയെ ഉണ്ടാകും ഫ്രണ്ട്സ്. ആ ചെക്ക് ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ട്യൂബർക്ലോസിസ് ഫസ്റ്റ് വന്നിട്ടുണ്ടോ, പിന്നെ വന്നിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ട്യൂബർക്ലോസിസ് ഉണ്ടോ, പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഫീവർ വന്നത്, കോൾഡ് വന്നത്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നിങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യണം. ഇത് എന്തിനാ ഇവർ ട്യൂബർക്ലോസിസ് ടെസ്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റേബിളായിട്ട് ഈ കുളിരുള്ള നാട്ടിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റേബിളായിട്ട് താമസിക്കാൻ പറ്റുമോ, നമ്മൾ എന്താ പറയുക സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെസ്റ്റാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടെസ്റ്റാണ്. ചില യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യും, ചില യൂണിവേഴ്സിറ്റിയിൽ ട്യൂബർക്ലോസിസ് ടെസ്റ്റ് വേണമെന്ന് പറയും. എന്തായാലും എടുത്തു വെക്കണത് ശരിക്കും നല്ലതാണ്. പിന്നെ ആ ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർ ഫസ്റ്റ് വിളിച്ച് ഡോക്ടറൊക്കെ ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എക്സ്റേ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർ ബ്രീത്ത് ചെയ്യാൻ പറയും. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇതൊരു 5 to 10 minutes ഉള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്സ്. അപ്പോൾ അത് നിങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു 3 to 4 മണിക്കൂറിൽ ആ ദിവസം തന്നെ കിട്ടും. എനിക്ക് എവിടെ എടുത്താണെന്ന് വെച്ചാൽ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് എനിക്ക് ട്യൂബർക്ലോസിസ് ടെസ്റ്റ് എടുത്തത്. അവിടെ ഞാൻ പോകുമ്പോൾ തന്നെ നിറയെ പിള്ളേർ, കാനഡ പോണ പിള്ളേരും പിന്നെ UK പോണ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു കളർ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പിങ്ക് ആയിരുന്നു, പിന്നെ കാനഡ വരുന്ന പിള്ളേർക്കൊക്കെ വന്നിട്ട് യെല്ലോ ആയിരുന്നു. സോ നിങ്ങൾ വന്നിട്ട് അതിൽ മുഖ്യമായ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഏത് കാറ്റഗറിയാണ്, വിസ കാറ്റഗറിയും പിന്നെ UKയുടെ അഡ്രസ്സും നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്രിബിൾ ചെയ്യാണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കണം. പിന്നെ അതേപോലെ വിസ കാറ്റഗറിയിൽ തന്നെ സ്റ്റുഡന്റ് വിസയിലാണ് സ്റ്റുഡന്റ് വിസ കാറ്റഗറിയിൽ നിന്ന് എഴുതിയിരിക്കണം. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ടും മറ്റേ കോപ്പിയും അവർ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചു വെക്കും. എല്ലാ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർ റിപ്പോർട്ട് തരുമ്പോൾ തന്നെ മറ്റേ ഒറിജിനൽ പാസ്പോർട്ടും അതിൻ്റെ കൂടെ തന്നെ അവർ വെച്ച് തരുമായിരിക്കും. സോ ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്തുകൂടുകയാണെങ്കിൽ ഈ TB ടെസ്റ്റും തന്നെ ഉടനെ എടുക്കുക. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവസാനം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അവസാന കാലം ഈ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ താമസിക്കേണ്ടതായിരിക്കും ഫ്രണ്ട്സ്. അത്ര തന്നെ. എല്ലാവരും TB ടെസ്റ്റ് എടുക്കുക. കാസിൻ്റെ എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഇനി വരുന്ന പിള്ളേർക്കും വരാൻ പോണ പിള്ളേർക്കുമാണ് ഞാൻ പറയുന്നത്. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ നിറയെ ഇൻഫർമേഷൻ മലയാളത്തിലും ഈ ചാനലിൽ കൂടി അയക്കേണ്ടതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ആയിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.